CV രാമനെക്കുറിച്ച് പഠിക്കാതെ ലോകത്തൊരു വിദ്യാർത്ഥിക്കും തങ്ങളുടെ സ്കൂൾ ജീവിതം പൂർത്തിയാക്കാനാകില്ല. ഭൗതികശാസ്ത്രത്തിന്റെ അത്രയേറെ അടിസ്ഥാനപരവും സുപ്രധാനവുമായ നിരവധി കണ്ടുപിടുത്തങ്ങളാണ് രാമന്റെ സംഭാവന. ഇന്ത്യയിൽ ആദ്യമായി ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയ അദ്ദേഹത്തിന്റെ ആ നേട്ടം ആവർത്തിക്കാൻ ഇന്ത്യയിൽ പിന്നീട് മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ശാസ്ത്രജ്ഞനായി ജീവിക്കുമ്പോഴും പലതരം അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന നിരവധി പേരെ നമുക്ക് ചുറ്റും ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും കാണാം. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ജീവിതം തുടങ്ങിയ CV രാമൻ ഏറെ വ്യത്യസ്തനായിരുന്നു. ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെ ആയിരിക്കണം എന്നതിനുള്ള ശരിയായ മാതൃകയാണ് CV രാമൻ. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളുടെയും രണ്ടാമത്തെ മകനായി 1888 നവംബർ 7 ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്ന CV രാമൻ ജനിച്ചു. 5 ആൺമക്കളും 3 പെൺമക്കളും ചേർന്ന് 8 മക്കളാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത്. ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും രാമൻ ജാതി മത ചിന്തകളിലോ അത്തരം ആചാരങ്ങളിലോ വിശ്വാസമുണ്ടായിരുന്നില്ല. ചെറുപ്പകാലം മുതൽക്കേ വേറിട്ട ചിന്താഗതിയും മാതൃകാപരമായ പെരുമാറ്റവും കണ്ട് അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. രാമന് 4 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവിന് വിശാഖപട്ടണത്തുള്ള കോളേജിൽ അധ്യാപകനായി ജോലി ലഭിക്കുന്നത്. അവിടെ അദ്ദേഹം ഭൗതികശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവയാണ് പഠിപ്പിച്ചിരുന്നത്. അച്ഛനോടൊപ്പം വിശാഖപട്ടണത്തിലേക്ക് പറിച്ചു നട്ടപ്പെട്ട രാമന് വിദ്യാഭ്യാസ കാലത്ത് അച്ഛൻ നല്ല പഠനാന്തരീക്ഷം സൃഷ്ടിച്ചു നൽകി. ഇത് അദ്ദേഹത്തിന്റെ പഠന മികവിനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. പഠനകാലത്ത് അദ്ദേഹം മികച്ച നിലവാരം പുലർത്തിയിരുന്നു. ഒട്ടേറെ സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളുമായി അദ്ദേഹം സ്കൂളിലെ മികച്ച വിദ്യാർത്ഥി എന്ന പേരെടുത്തു. ഭൗതികശാസ്ത്രത്തിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. പഠനകാലത്ത് അദ്ദേഹം ഒരു ഡൈനാമോ സ്വയം നിർമ്മിച്ചിട്ടുണ്ട്. ബുദ്ധിശക്തിയിലും പഠന മികവിലും തന്റെ മിടുക്ക് രാമൻ തെളിയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. പ്രകൃതിയോട് നിങ്ങൾ കൃത്യമായ ചോദ്യം ചോദിച്ചാൽ അവൾ നിങ്ങൾക്കായി അവളുടെ രഹസ്യങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുമെന്ന് CV രാമൻ പറഞ്ഞിരുന്നതായി അദ്ദേഹത്തിന്റെ ജീവചരിത്രം രചിച്ച അനന്തരവൾ ഉമാ പരമേശ്വരൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നോബൽ സമ്മാനത്തിന് അർഹമായ രാമൻ പ്രഭാവം കണ്ടെത്താൻ നടത്തുന്ന കാലത്ത് ഉമയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. ചരിത്രപ്രധാനമായ CV രാമന്റെ ഈ കണ്ടെത്തലിന് 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ നോബൽ സമ്മാനം തേടിയെത്തി. അക്കാലത്ത് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു. CV രാമൻ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ മറ്റ് അവാർഡ് ജേതാക്കൾ തങ്ങളുടെ രാജ്യത്തിന്റെ നേട്ടമായി അതിനെ ഉദ്ഘോഷിച്ചു. ആ നിമിഷങ്ങളിൽ തന്റെ നേട്ടത്തിൽ തിളങ്ങുന്നത് ബ്രിട്ടീഷ് പതാകയാണല്ലോ എന്നോർത്ത് രാമൻ ദുഃഖിച്ചു. 1922 ഒരു കോൺഫറൻസിനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ യാത്ര നടത്തുമ്പോഴാണ് രാമൻ വെളിച്ചത്തിന്റെ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും പ്രചോദനം ലഭിച്ചത്. രാജ്യത്തിന് പുറത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ യാത്രയായിരുന്നത്. കടലിന്റെ നീല നിറം ആകാശത്തിന്റെ നീലയുടെ പ്രതിഫലനമാണ് എന്നായിരുന്നു ആ കാലത്ത് പ്രബലമായ തിയറി. എന്നാൽ ഈ സിദ്ധാന്തത്തെ രാമൻ ഖണ്ഡിച്ചു. CV രാമൻ നേച്ചർ ജേണലിൽ സമുദ്രത്തിന്റെ നിറം എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം എഴുതി. ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം. കടലിന് നീല നിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിന്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത്. 1928 ഫെബ്രുവരി 28 പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. 11-ാമത്തെ വയസ്സിലാണ് രാമൻ മെട്രിക്കുലേഷൻ 1ാമതായി പൂർത്തിയാക്കിയത്. പിന്നീട് അച്ഛൻ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന AVN കോളേജിൽ തന്നെ അദ്ദേഹം ഇന്റർമീഡിയറ്റും ചേർന്നു. അദ്ദേഹം ഇന്റർമീഡിയറ്റും 1ാമനായി വിജയിച്ചു. മദ്രാസിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ 1903 അദ്ദേഹം BA പഠിക്കാനായി ചേർന്നു. ആ കോളേജിൽ ബിരുദം പഠിക്കാനെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു രാമൻ. അദ്ദേഹത്തിന്റെ കോളേജ് അധ്യാപകർ എല്ലാവരും പ്രഗത്ഭരായ യൂറോപ്യൻ പൗരന്മാരായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പഠനത്തിന് ഏറെ ഗുണം ചെയ്തിരുന്നു. 1904 ഇംഗ്ലീഷിലും ഭൗതികശാസ്ത്രത്തിലും സ്വർണ്ണ മെഡലുകൾ നേടി രാമൻ BA 1ാമനായി വിജയിച്ചു. രാമന്റെ പഠനത്തിലുള്ള അസാധാരണമായ കഴിവ് മനസ്സിലാക്കിയിരുന്ന അധ്യാപകർ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശിച്ചു. എന്നാൽ ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ആരോഗ്യസ്ഥിതി രാമനുണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രസിഡൻസി കോളേജിൽ ഭൗതികശാസ്ത്രത്തിൽ MAക്ക് ചേർന്നു. 1907 1ാം സ്ഥാനം നേടി MAയും പൂർത്തിയാക്കി. കുഞ്ഞുനാൾ മുതൽ ശാസ്ത്രത്തിലാണ് രാമന്റെ ആവേശവും കൗതുകവും കണ്ടെത്തിയിരുന്നത്. ചുറ്റുമുള്ളതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അവ പഠിച്ചു കണ്ടെത്തലുകളുടെ പുതിയ വാതിലുകൾ തുറക്കാനും രാമൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ മികച്ച രീതിയിലുള്ള ശാസ്ത്ര പഠനത്തിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം.
ഉപരിപഠനത്തിനും ഗവേഷണത്തിനുമായി ഇംഗ്ലണ്ടിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അനുവദിച്ചിരുന്നില്ല. ഒടുവിൽ അക്കാലത്ത് മിടുക്കരായ വിദ്യാർത്ഥികൾ ലക്ഷ്യം വെച്ചിരുന്ന ഇനി സിവിൽ സർവീസ് പരീക്ഷ അല്ലെങ്കിൽ SCF എന്നീ ഓപ്ഷൻ മാത്രമായി രാമന്റെ മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം തന്റെ ജ്യേഷ്ഠനെ പിന്തുടർന്ന് SCF പരീക്ഷയ്ക്ക് ശ്രമിച്ചു. 1907 അത് വിജയിക്കുകയും ചെയ്തു. പഠനത്തിൽ എന്ന പോലെ തന്നെ ജീവിതത്തെക്കുറിച്ചും രാമന് തൻ്റെതായ വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അക്കാലത്ത് വിവാഹത്തെക്കുറിച്ച് വരനോ വധുവിനോ തങ്ങളുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണവന്മാർ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ രാമൻ അത്തരം മൂഢ കീഴ്വഴക്കങ്ങൾക്കൊന്നും നിന്നു കൊടുത്തിരുന്നില്ല. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ രാമൻ തന്റെ സുഹൃത്തും പുരോഗമനവാദിയുമായ രാമസ്വാമിയുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു. രാമസ്വാമിയുടെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുവായ ലോകസുന്ദരിയെ അവിടെ വെച്ച് കണ്ടുമുട്ടി പ്രണയത്തിലാവുകയും ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു ചെയ്തത്. പഠനം കഴിഞ്ഞ് ജോലി ലഭിക്കുന്നതിന് മുമ്പുള്ള ഇടവേളയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം. രാമൻ ബ്രാഹ്മണൻ, ലോകസുന്ദരി മറ്റൊരു ജാതിയിൽ പെട്ടവളമായിരുന്നു. സ്വാഭാവികമായ വിവാഹത്തിന് അദ്ദേഹത്തിന്റെ അമ്മയും മറ്റു ബന്ധുക്കളും എതിർത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ രാമന് അച്ഛന്റെ പിന്തുണ ലഭിച്ചു. അങ്ങനെ നിശ്ചയദാർഢ്യം കൊണ്ട് ലോകസുന്ദരിയെ തന്നെ പ്രാണസഖിയാക്കാൻ അദ്ദേഹത്തിനായി. 1907 SCF വിജയിച്ചതിന് ശേഷം കൽക്കട്ടയിൽ അസിസ്റ്റന്റ് അക്കൗണ്ട് ജനറലായി ജോലി ലഭിച്ച സർ CV രാമൻ അവിടെ വാടകയ്ക്ക് വീടെടുത്താണ് താമസിച്ചിരുന്നത്. സർക്കാർ ജോലിയിൽ നിന്ന് ലഭിക്കുന്നതിന്റെ പകുതി ശമ്പളമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. എന്നാലും ജോലിഭാരങ്ങൾ മാറ്റിവെച്ച് പൂർണ്ണ സമയം ഗവേഷണത്തിൽ മുഴുകാൻ കഴിഞ്ഞതിൽ അദ്ദേഹം അങ്ങേയറ്റം സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഗവേഷണം ചെയ്യാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. തുടർന്നാണ് 1921 യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിന്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് ആരംഭിച്ച പ്രകാശ പഠനത്തിന്റെ ഫലമായി അദ്ദേഹവും വിദ്യാർത്ഥികളും ചേർന്ന് 1928 രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും 1948 സർ CV രാമൻ വിരമിച്ചത്. ബാംഗ്ലൂരിൽ രാമ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച അദ്ദേഹം അവസാന നാൾ വരെ അതിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു. വളരെ കർക്കശക്കാരനായിരുന്ന രാമന് ശത്രുക്കൾ ഏറെ ഉണ്ടായിരുന്നു. 1954 ഭാരതരത്ന പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. 1970 നവംബർ 21 അദ്ദേഹം ലോകത്തോട് വിട പറയുകയും ചെയ്തു. മൃതശരീരം രാമ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസ്കരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതാചാരങ്ങൾ അനുസരിച്ചുള്ള ചടങ്ങുകൾ ഒന്നുമില്ലാതെയായിരുന്നു സംസ്കാരം നടത്തിയത്. ഇന്ത്യയുടെ ശാസ്ത്രീയ വിപ്ലവ ചരിത്രത്തിൽ CV രാമൻ പതിച്ച വിരൽപ്പാടുകൾ ഓരോ ഭാരതീയനും അഭിമാനിക്കാനുള്ളതാണ്. ശാസ്ത്രമേഖലയിൽ അദ്ദേഹം കൈവരിച്ച അമൂല്യ നേട്ടങ്ങൾ പുതുതലമുറയ്ക്ക് വെളിച്ചമാണ്. മരിക്കുന്നതുവരെ പ്രകൃതി രഹസ്യങ്ങൾ കണ്ടെത്താൻ അദ്ദേഹം ഗവേഷണം തുടർന്നു. പ്രകൃതിയിലേക്ക് നോക്കിയാൽ കാണുന്നതെല്ലാം അത്ഭുതമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഗവേഷണം ചെയ്യാൻ അവസരം ലഭിക്കാതിരുന്നപ്പോൾ തന്നാൽ കഴിയുന്നത് പഠിച്ച് ജോലിക്ക് കയറുകയും പിന്നീട് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത സർ CV രാമൻ അർപ്പണബോധത്തിന്റെ പ്രതീകമാണ്. തന്റെ സ്വപ്നം നിറവേറ്റാൻ അദ്ദേഹം സ്വീകരിച്ച വഴികൾ ജീവിതത്തിൽ പകർത്തി ഉയരങ്ങളിലെ നെറുകയിൽ ചുംബിക്കാൻ നമുക്കും സാധിക്കും. പരിധികൾ നമ്മൾ നിശ്ചയിക്കുന്നതാണ്. ഉയരെ പറക്കാം, നമ്മുടെ ചിറകിലേക്ക് ഉറ്റുനോക്കട്ടെ എല്ലാവരും. താങ്ക് യു.